ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഉറക്കത്തിൽ നിന്ന് എണീറ്റതേ ഉള്ളൂ. സമയം ഒരു 4:15 ആയി. 3:30 ആയപ്പോഴേ എണീച്ചു. അടുക്കളയിൽ ജോലിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉമ്മച്ചിയുടെ കൂടെ, ഉമ്മയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോവുകയാണ് ഗൈസ്. എവിടെയാണെന്ന് വെച്ചാൽ കന്യാകുമാരിയിലാണ് പോകുന്നത്. ലൈഫിലൊരു എൻ്റർടൈൻമെൻറ്റൊക്കെ വേണ്ടേ? എന്നും ജോലി വീട് ഇങ്ങനെ നടന്നാൽ മതിയോ? അങ്ങനെ വിചാരിച്ചു ഇന്ന് എന്തായാലും ട്രിപ്പ് പോകാമെന്ന്. അപ്പോൾ റെഡിയാകാൻ വേണ്ടിയിട്ടൊക്കെ പോവുകയാണ്. അപ്പം വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യണം. കന്യാകുമാരിയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അങ്ങനെ ഞാൻ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അതാ ഇവിടുത്തെ ഒരു പൂച്ചക്കുട്ടി കിടന്ന് വിളിക്കുന്നുണ്ട് ഗൈസ്. എനിക്കിവിടെ കൂട്ടിന് വന്നിരിക്കുകയാണ്. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് നൈറ്റ് വീട്ടിൽ വന്ന് ഫ്രീ ആയ സമയത്താണ് വോയിസ് കൊടുക്കുന്നത്. ആ സമയത്ത് എന്തൊക്കെയോ വോയിസ് ഞാൻ പറഞ്ഞായിരുന്നു, അത് കട്ടായിപ്പോയി. അങ്ങനെ ഞാൻ പറയുന്നത്, അങ്ങനെ വണ്ടിയിൽ കയറി ഞാനും ശബരിയും ഉമ്മായും നമ്മളെല്ലാവരും കൂടി നമ്മുടെ സ്റ്റോപ്പിൽ നിന്ന് കയറി. ആദ്യം എന്താ ഇതുപോലെ ഷോക്കായിട്ടാണ് കിടന്നു. പിന്നെ നമ്മൾ വൈബാക്കണ്ടേ, ആദ്യത്തെ ട്രിപ്പ് തന്നെ ഇങ്ങനെ ഷോക്കായി പോയാൽ എങ്ങനെ ആയിരിക്കും. അങ്ങനെ ജസ്റ്റ് ഒന്ന് തുടക്കം ഇട്ട് കൊടുത്തു. പിന്നെ അവർ അടിപൊളിയാക്കിയെന്ന് തന്നെ പറയാം. ഞാൻ ശബരിയായിരുന്നു, എൻ്റെ ടീം ശബരിയായിരുന്നു ഗൈസ് തുടക്കത്തിൽ. പിന്നെ നമ്മളെല്ലാവരും സെറ്റായി. ഫസ്റ്റ് ആറ്റുകാൽ അമ്പലത്തിൽ വന്നായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം എടുക്കാനുള്ളൊരിത് കിട്ടിയില്ല. സെക്കൻഡ് ഇവരിതാ ഇവിടെയാണ് വന്നത്, ആഴിമല. ഞാൻ ഇവിടെയൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. അങ്ങനെ അവിടെ പാർക്കൊക്കെ ചെയ്തതിന് ശേഷം ഒരുപാട് നടക്കാനുണ്ട്. അതായത് ഒരുപാടല്ല, എന്നാലും കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നമ്മൾ ഈ നടന്നു പോകുന്ന സ്ഥലത്ത് തന്നെ ഈ വഴിയോരക്കട കണക്ക് ഒരുപാട് ഈ കച്ചവടക്കാർ കടകളുണ്ട്. കൊച്ചുങ്ങൾക്കുള്ള കളിപ്പാട്ടങ്ങളായാലും പിന്നെ തോക്കും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വഴിയെ പോകുമ്പോൾ തന്നെ പിള്ളേർ കരയുമല്ലോ, അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അതൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ ശബരിയും കൂടെ നടന്നു പോവുകയാണ്. കുറച്ച് വണ്ടിയിലിരുന്ന് രാവിലെ ഇച്ചിരി മയങ്ങിയെന്ന് തോന്നുന്നു, അതാണ് മുഖത്തൊരു ക്ഷീണം. അങ്ങനെ അവിടെ എത്തി. ശബരി പിന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം അവനെ സ്കൂളിൽ നിന്ന് ടൂറ് പോയപ്പോൾ ഇവിടെയൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും പേരും കൂടിയാണ് ഗൈസ് വന്നത്. അങ്ങനെ അവർക്കെല്ലാവർക്കും കൂടെ ഞാൻ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിലും കൂടെ അവരെല്ലാവരെയും ഉൾപ്പെടുത്തിയതാണ്. എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതൊക്കെ കണ്ടില്ലേ. അങ്ങനെ അവരെല്ലാവരെയും വീഡിയോയിൽ ഫോട്ടോയിലൊക്കെ ഉൾപ്പെടുത്തിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത നെക്സ്റ്റ് സ്പോട്ട് വേറൊരു അമ്പലമായിരുന്നു. പോണ വഴിക്ക് എല്ലാ സ്ഥലവും കവർ ചെയ്യാമെന്നും പറഞ്ഞാണ് അവർ പോകുന്നത്. അങ്ങനെ ഇവിടെ കുറച്ച് ഐറ്റംസ് ഇവിടെ വിൽക്കാനുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അവരെല്ലാവരും കൂടെ നോക്കുകയാണ്. അപ്പോൾ കുറേ പേർക്ക് അതിൻ്റെ അകത്ത് കയറി തൊഴുവണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ കുറച്ച് ടീമുകൾ അങ്ങോട്ട് തൊഴുവാൻ വേണ്ടിയൊക്കെ പോയി. അങ്ങനെ നമ്മളിതിൻ്റെ ഗ്രൗണ്ടിലിരുന്നാണ് അവിടെ ഫുഡൊക്കെ കഴിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടാണല്ലോ വന്നത്. അങ്ങനെ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം നമ്മളെല്ലാവരും അടുത്ത നമ്മുടെ സ്ഥലത്തേക്ക് എത്തി. അടുത്ത സ്ഥലം ഇവിടെയായിരുന്നു. ഇവിടെ വാട്ടർഫാൾസിലാണ് വന്നത്, തൃപ്പരപ്പ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരാൾക്ക് 10 രൂപയായിരുന്നു അതിൻ്റെ അകത്ത് കയറുന്നതിന്. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി തന്നെ അവരവിടെ പൈസ മേടിക്കുന്നു. അതത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ സ്ഥലങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ജസ്റ്റ് കയറുന്നതിൻ്റെ അവിടെ ഈ ചെടികളെല്ലാം സെറ്റ് ചെയ്ത് വെട്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ ടീംസ് എല്ലാം കുളിക്കുകയാണ്. പിന്നെ കുളിസീനെടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചെന്ന് തന്നെ പറയാം. പിന്നെ ജസ്റ്റ് നിങ്ങളായിട്ടൊക്കെ ഈ വെള്ളച്ചാട്ടം ഒന്ന് കാണിക്കണമല്ലോ. പക്ഷേ അടിപൊളിയായിരുന്നു. എല്ലാവരും വരുന്നവരെല്ലാം ഫാമിലിയായിട്ടൊക്കെ വരുന്നവരെല്ലാം ഇവിടെ നിന്ന് കുളിക്കുന്നത് തന്നെ മെയിനായിട്ടുള്ള പരിപാടി. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കണ്ടില്ലേ. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളി വൈബായിരുന്നു. ഞാനും ശബരിയും ഉമ്മായും സൗമ്യ ചേച്ചിയും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ ശബരീനെയും കൊണ്ട് ഞാൻ ചിൽഡ്രൻസ് പാർക്കിൽ തൊട്ടപ്പുറത്ത് തന്നെ തൃപ്പരപ്പ് വാട്ടർഫാൾസ്. അങ്ങനെ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളതിലൊക്കെ വലിഞ്ഞു പിടിച്ച് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ശബരീനെ ഞാൻ കയറ്റി. അവന് ഇതിലൊക്കെ വലിഞ്ഞു പിടിച്ച് കയറാനും ഇഷ്ടമാണ്. അങ്ങനെ അവനെ കുറച്ച് നേരം പാർക്കിലൊക്കെ എത്തി കളിപ്പിച്ചതിന് ശേഷം നമ്മൾ രണ്ടും തളർന്നു. അപ്പോൾ ഉമ്മയുടെ വക ഒരു സോഡ ലൈം മേടിച്ചു വന്നു. അങ്ങനെ ഞാനും ശബരിയും കൂടെ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് സോഡ ലൈമെ കുടിച്ച് നമ്മളൊരു സ്ഥലത്തെത്തി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. രാവിലെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കൊണ്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ കന്യാകുമാരിയിലോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ നല്ല രീതിയിൽ കുശാലായിട്ട് കഴിച്ച് വണ്ടി കിടന്ന് സൂപ്പറായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഈ ഒരു മല കണ്ടു. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഈ ഒരു സ്പോട്ടിൽ വന്നു. ഇതിൻ്റെ അവിടെ നിന്ന് തൊട്ടപ്പുറത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കന്യാകുമാരിയുടെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിപൊളി കാറ്റായിരുന്നു. കാറ്റെന്ന് പറഞ്ഞാലും പോരാ, കാറ്റ് സൂപ്പർ നല്ല കാറ്റായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടു. അപ്പോൾ ഇവിടെ എൻ്റെ തറയിൽ ഇങ്ങനെ കോലമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴും ഈ അമ്പലത്തിൽ പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശബരിയുടെ കൈ പിടിച്ച് ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ശബരി ഉള്ളതുകൊണ്ട് എനിക്ക് ബോറടിച്ചില്ല. ഞാനും അവനും കൂടെ കുറച്ച് നേരം അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം. നമ്മൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നല്ല കാറ്റായിരുന്നു, നല്ല വൈബുണ്ടായിരുന്നു. നല്ല രസമെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വൈബായിരുന്നു.
അപ്പം ഈ ഒരു ട്രിപ്പിൽ ഇവിടെയൊക്കെ അടിപൊളിയായിരുന്നു. ശബരിമല ഉള്ളതുകൊണ്ട് എനിക്ക് സൂപ്പറായിരുന്നു. പിന്നെ ഞാൻ ശബരി പറഞ്ഞ് മതിയടാ ബോറടിക്കുന്നടാന്നും പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. നൈസിന് നമ്മൾ രണ്ടുപേരും കൂടെ ആദ്യമേ ബസ്സിൽ എന്നിട്ട് നമ്മൾ ബിസ്ക്കറ്റ് ശബരി പറഞ്ഞ് ചേച്ചി അതിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട് നമുക്ക് ബിസ്ക്കറ്റ് തിന്നാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ പൊട്ടറ്റോ ബിസ്ക്കറ്റ് തിന്നെയാണ്. എന്നിട്ട് അവ ആകെ 2 എന്നുള്ളൂ, കൂടുതലും ഞാൻ തന്നെ തിന്നത്. അങ്ങനെ നമ്മൾ രണ്ടെണ്ണം കൂടെ ഞം അടിക്കുകയാണ് ഗൈസ്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം അവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ മുൻകൂട്ടി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇറങ്ങി. പിന്നെ നമ്മുടെ കറക്റ്റ് സ്പോട്ടിലെത്തി. കന്യാകുമാരി 3ാം ക്ലാസ്സിലാണ് ഞാനിവിടെ വന്നത്. ഒരുപാട് ഞാൻ മറന്നുപോയി. അന്നൊക്കെ എനിക്ക് തോന്നുന്നു കടലിലൊക്കെ ഇറങ്ങാമായിരുന്നു. കടലിൻ്റെ സൈഡിലായിരുന്നു ഫുള്ള് കടകളും കാര്യങ്ങളും. ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്, വർഷം കുറേ ആയില്ലേ. അങ്ങനെ ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ കന്യാകുമാരിയിൽ നിന്ന് ആകെ മേടിച്ചത് ഒരു ബാഗ് മേടിച്ചു. പിന്നെ ആഴിമല അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കുറേ കഴിക്കാനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ചത്. പണ്ടത്തെ നമുക്ക് ഒരുപാട് ചേഞ്ച് ആയിപ്പോയെന്ന് തന്നെ. പിന്നെ ഒരുപാട് നടക്കാനുണ്ട്, കുറേ നടന്നു. അത് തന്നെ മിച്ചമായത്. നടന്ന് അവസാനം എല്ലാവരും തളർന്നെന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ കുറച്ചപ്പോൾ നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഈ ഇടയ്ക്കെങ്കിലും കന്യാകുമാരിയിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്. ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറാമെന്നുള്ള മോഹം കൊണ്ടൊക്കെയാണ് പോയത്. നടന്നങ്ങെത്തിയപ്പം തന്നെ പാതിരാത്രി ഇരുട്ടി എന്ന് തന്നെ പറയാം. നടന്ന് 7 മണിയായപ്പോഴാണ് ആ ഒരു ലെവൽ അങ്ങ് എത്തിയത്. പിന്നെ ഈ വഴിയോരം ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് തന്നെ ആവശ്യമുള്ള സാധനങ്ങളുണ്ട് ഇഷ്ടം പോലെ. എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പം തന്നെ പിള്ളേരെല്ലാം അത് വേണം ഇത് വേണമെന്ന് പറയും. അങ്ങനത്തെ കളിപ്പാട്ടങ്ങളാണ് പിള്ളേരെയൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി കുറേ എണ്ണം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഞാൻ ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തു. അതായത് നടന്ന് എനിക്ക് കാല് കഴിച്ച് ഊപ്പാട് വന്നു. അങ്ങനെ കുറേ നേരം ഞാൻ അവിടേക്ക് ഇരുന്നു. അവിടെ ബെഞ്ചിലൊക്കെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ പണ്ടത്തെ പോലെ ഇപ്പോൾ കടലിൽ ഇറങ്ങാൻ പറ്റത്തില്ല. കടലിലും കൂടെ ഇറങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പിന്നെ പിന്നെയും കുറേ നടന്ന് ഉമ്മാക്കും എനിക്കൊക്കെ ആവശ്യമുള്ളതൊക്കെ മേടിച്ചു. ശബരി പിന്നെ കരച്ചിൽ തുടങ്ങി. ശബരിക്ക് തോക്കാണ് അവസാനം മേടിച്ചത്. അവന് എന്തോ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് കളിപ്പാട്ടത്തിൻ്റെ വില ചോദിച്ചപ്പോൾ 500 രൂപയുണ്ടായിരുന്നു. അങ്ങനെ അവനെ നമ്മൾ ഓട്ടിച്ച് പിന്നെ അവസാനം അവൻ്റെ തോക്ക് മേടിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ശംഖൊക്കെ അതിലൊക്കെ കുറേ പേര് ഈ കണ്ണാടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കണ്ണാടി ഉണ്ടാക്കിയതൊക്കെ നമ്മളുണ്ട്. പിന്നെ ഈ ഷെല്ലൊക്കെ വെച്ചുകൊണ്ട് നോക്കുന്നു. പിന്നെ ഈ പോണ വഴിക്ക് ഫുള്ള് തത്തമ്മേനെ കൊണ്ട് ഇങ്ങനെ ഇരിക്കും കൈ നോക്കാൻ വേണ്ടി കുറേ ടീമുകൾ. അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ ബസ്സിൽ വന്നു. ഇത്രയൊക്കെ ഉള്ളൂ. ബായ്.